സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നും ഊർജം സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്നതറിയപ്പെടുന്നു സൗരതാപനം. ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിൻ്റെയും അനുസൃതമായാണ് ഭൂമിയിലെ താപലഭ്യത. സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നതിനാലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാലാണ്. ധ്രുവങ്ങളിലേക്ക് അടുക്കുംതോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാലും ധ്രുവങ്ങളിലേക്ക് അടുക്കുന്തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാലുമാണ്. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യയാണ് സോളാർ പാനലുകൾ. സോളാർ പാനൽ. പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് സൗരോർജം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം. പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ സൗരോർജം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷതാപം കുറയുന്നു. അന്തരീക്ഷതാപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്നത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ്. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും. സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായിട്ട് കാലാവസ്ഥാ നിരീക്ഷകർ പരിഗണിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയായിട്ട് പരിഗണിക്കുന്നത്. സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായിട്ട് കാലാവസ്ഥാ നിരീക്ഷകർ പരിഗണിക്കുന്നതും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയായിട്ട് പരിഗണിക്കുന്നതും. അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങളാണ് ഹെക്ടോ പാസ്കൽ, മില്ലിബാർ. മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങളാണ് ഹെക്ടോ പാസ്കൽ, മില്ലിബാർ. വായുവിൻ്റെ ചലനം. സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷവായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിൻ്റെ ചലനം അറിയപ്പെടുന്നു വായുപ്രവാഹങ്ങൾ, എയർ കറൻസ്. സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷവായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിൻ്റെ ചലനം അറിയപ്പെടുന്നു വായുപ്രവാഹങ്ങൾ. വായുവിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായുമർദ്ദം കുറയുന്നു. വായുവിൻ്റെ മർദ്ദവും കുറയുന്നു. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ ചലനത്തെ എങ്ങനെ വിളിക്കാം? കാറ്റെന്ന് വിളിക്കാം. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ നമുക്ക് കാറ്റെന്ന് പറയാം. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിൻ്റെ വേഗത അളക്കാൻ അനിമോമീറ്റർ, കാറ്റിൻ്റെ ദിശ അറിയാൻ വിൻഡ് വെയിൻ. തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്ന യന്ത്രങ്ങളാണ് കാറ്റാടി യന്ത്രങ്ങൾ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് കാറ്റാടി യന്ത്രങ്ങൾ. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടും പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടും. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. ആർദ്രത. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഘനീകരണം. നീരാവി തണുത്തുറഞ്ഞ് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത കൂടുന്നു. ഐസ് കഷ്ണങ്ങൾ നിറച്ച ഗ്ലാസിന് ചുറ്റും
ജലകണികകൾ കാണപ്പെടുന്നതിന് അവ താഴേക്ക് വീഴുന്നതിനുമുള്ള കാരണം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിൻ്റെ തണുത്ത പ്രതലങ്ങളിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായിട്ട് മാറി ഗ്ലാസിന് ചുറ്റും പറ്റിപ്പിടിക്കുന്നതാണ്. കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുന്നതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് വീഴുന്നു. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിൻ്റെ തണുത്ത പ്രതലങ്ങളിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായി മാറി ഗ്ലാസിന് ചുറ്റും പറ്റിപ്പിടിക്കുന്നു. കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ ജലകണികളുടെ വലിപ്പവും ഭാരവും കൂടുന്നതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് വീഴുന്നു. ഘനീകരണ രൂപങ്ങൾ. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ രൂപപ്പെടുന്നതാണ് മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ജലകണികകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ജലകണികകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും ജലകണികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും ജലകണികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം. വർഷണം. തുടർച്ചയായ ഘനീകരണം മൂലം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം. തുടർച്ചയായ ഘനീകരണം മൂലം മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ജലകണികളുടെ രൂപത്തിൽ വർഷണം നടക്കുന്നതിന് എന്തറിയപ്പെടുന്നു? മഴ. ജലകണികളുടെ രൂപത്തിൽ വർഷണം ആണ് മഴ. നേർത്ത ഹിമകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. നേർത്ത ഹിമകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് റെയിൻ ഗേജ്. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് റെയിൻ ഗേജ്. മഴ രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ സെൻറ്റിമീറ്ററിലും ഇഞ്ചിലുമാണ്. മഴ രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ സെൻറ്റിമീറ്റർ, ഇഞ്ച്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും.